സോ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ മാമാനത്ത് എത്തിയിട്ടുണ്ട്. മാമാനത്ത് പിന്നെ അധികം നേരമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ എത്തുമ്പോഴേക്കും അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിയിട്ട് പിന്നെ അടുത്തത് പോയിട്ടുണ്ടായിരുന്നത് പറശ്ശിനിയിലേക്കായിരുന്നു. പറശ്ശിനി എന്നും എനിക്കൊക്കെ ഭയങ്കര എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. കാരണം ഒരുപാട് കാലം ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടായിരിക്കാം എനിക്ക് കണ്ണൂരും പറശ്ശിനി എന്നും സ്പെഷ്യലാണ്. ചെറുപ്പം തൊട്ടേ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലത്തെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് പുറത്തേക്ക് വരും. അവിടുത്തെ സാധനങ്ങൾ കണ്ടാലും എന്നും നമുക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അവിടുത്തെ മുത്തപ്പനാണെങ്കിലും നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളോടും ഒരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ആകെ വണ്ടറടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, അവിടെ നായ്ക്കളും പട്ടികളൊക്കെ വഴിയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാരൊന്നും ചെയ്യില്ല. മുത്തപ്പൻ്റെ പ്രിയപ്പെട്ട ആ ഒരു മൃഗമാണ് നായ, പട്ടി എന്നാണല്ലോ അവിടെ പറയുന്നത്. നമ്മളുടെ കൊട്ടിയൂരിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പറശ്ശിനിയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് നിന്ന് കൊടുത്ത് നമ്മളങ്ങനെ എടുത്തുകൊണ്ട് പോകും. അത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ദർശനവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം ഭയങ്കര ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പുഴയിലിറങ്ങി കയ്യും കാലൊക്കെ കഴുകി നോക്കിയൊക്കെ അവിടെ ഉള്ളിലേക്കുള്ള ദർശനത്തിനുള്ള ക്യൂ ആണ്. അപ്പോൾ അപ്പൂനെ കൊണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള കുറച്ച് വ്യൂസും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ ഉള്ളിൽ മുത്തപ്പൻ്റെ പീഠവും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് എന്തൊക്കെയോ കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ആ പുഴയുടെ അപ്പുറത്തായിരുന്നു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. അപ്പൂന് വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ വെള്ളത്തിൽ തന്നെയായിരുന്നു. കുറേ നേരം ഏട്ടൻ്റെ കൂടെ, കുറേ നേരം എൻ്റെ കൂടെയൊക്കെ വെള്ളത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന്, കുറേ നേരം എന്ന് പറയാൻ പറ്റില്ല, ഒരു 1.25 മണിക്കൂറൊക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുറത്തുനിന്നൊക്കെ തൊഴുത് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നു. നമ്മൾ അവിടുന്ന് പോകുന്നപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വണ്ടി കയറി തിരിച്ച് നാട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അമ്പലയാത്ര വിശേഷങ്ങൾ. നിങ്ങൾ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.